കോഴിക്കോട് താമരശ്ശേരിയിലെ സുബൈദ ഏക മകനെ വളർത്താൻ കുറെ കഷ്ടപ്പെട്ടതാണ്. കുട്ടിക്കാലം മുതലേ മകൻ ആഷിഖിനെ അവർ വല്ലാതെ ലാളിച്ചു വളർത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ബംഗളൂരുവിലേക്ക് അവനെ പറഞ്ഞയക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ആഷിഖ് കൂട്ടുകാർക്കൊപ്പം ആദ്യമായി കഞ്ചാവ് ഉപയോഗിക്കുന്നത്. പിന്നീട് ലഹരിക്കടിമയായി. അതിനിടെ സുബൈദ ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് ചികിത്സയിലുമായി. ലഹരിയിൽ പരാക്രമം കാട്ടുന്ന ആഷിഖിനെ ബന്ധുക്കൾ ചേർന്ന് ഡി അഡിക്ഷൻ സെൻ്ററിലാക്കിയതാണ്. ഈ പകൽ ബംഗളൂരുവിൽ നിന്നും ആഷിഖ് എത്തിയത് നൊന്തു പ്രസവിച്ച് പൊന്നുപോലെ വളർത്തി വലുതാക്കിയ അമ്മയെ കൊലപ്പെടുത്താനാണ്. രോഗാവസ്ഥയിൽ കിടപ്പിലായിരുന്ന അമ്മയെ മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദ എന്ന 53-കാരിയെയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത്. സുബൈദയുടെ സഹോദരി ഷക്കീലയുടെ പുതുപ്പാടി ചോയിയോടുള്ള വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം 2:30-യോടെയാണ് സംഭവം. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന മകൻ മാതാവിനെ കാണാൻ എത്തിയതായിരുന്നു. ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ കിടപ്പിലായിരുന്നു സുബൈദ. ഏക മകനാണ് 25-കാരനായ ആഷിഖ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിയാണ് ആഷിഖ് ആക്രമണം നടത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിൽ. അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സുബൈദയെ പ്രതി ആക്രമിക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. നിലവിളി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ആഷിഖ് ലഹരിമരുന്നിന് അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെയും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 താമരശ്ശേരി.